വെൽക്കം ടു എ പുതിയ വീഡിയോ. സോ നമുക്കിന്ന് ഈ പൈസ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? പൊതുവെ ഒരു ചീത്തപ്പേരി പെണ്ണുങ്ങൾക്കുണ്ട്. അതായത് പെണ്ണുങ്ങൾ എപ്പോഴും പൈസ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്ത് അലുകുലുത്ത് സാധനങ്ങൾ കണ്ടാലും നമ്മൾ വാങ്ങുന്നൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ ശരിയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടാക്കും. അരി പലവ്യഞ്ജന സാധനങ്ങളൊക്കെ മാത്രം വാങ്ങണം എന്ന മൈൻഡോട് കൂടിയായിരിക്കും നമ്മൾ കടയിൽ പോകുന്നുണ്ടാവുക. പക്ഷേ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ മനസ്സിൽ എന്താ പോവുക? ഓക്കെ, ഇപ്പം അതിന് ഓഫർ ഉണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഓഫർ കാണില്ല, ഇപ്പോൾ വാങ്ങിച്ചു. അപ്പം നമ്മൾ കൂട്ടി വന്ന ബഡ്ജറ്റും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റും ഒക്കെ അങ്ങ് മാറും. നമ്മളെല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി റീഅറേഞ്ച് ചെയ്ത് വാങ്ങും. പക്ഷേ തിരിച്ച് നമ്മൾ വീടെത്തുമ്പോൾ നമുക്ക് കേൾക്കുന്ന എന്താണ് ചീത്തപ്പേര് വരുന്നത്? ഓ, ഇവിടുന്ന് ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് പോയി, പക്ഷെ വന്നതോ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അനാവശ്യമായി പൈസ ചിലവാക്കി, ഇത്രയും ഓവർ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഈ മോശം പേരുണ്ടാവും ഇല്ലേ? പൊതുവെ സ്ത്രീകൾക്കാണ് ഉണ്ടാവുക. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞ് വില കൂടും എന്ന് ഉറപ്പുള്ള സാധനമാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിന് അവരാരും നമുക്കൊരു അപ്രിസിയേഷൻ തരുന്നില്ല. അത് പൊതുവെ സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. നമ്മൾ അനാവശ്യമായി കുറെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതല്ലേ? പക്ഷേ ശരിയാണ്, യുവർ മണി ഈസ് മൈ മണി, മൈ മണി ഈസ് മൈ മണി എന്നൊരു കൺസെപ്റ്റിൽ ജീവിക്കുന്നവരാണ് കൂടുതലും. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പറ്റം സ്ത്രീകൾ. ഞാൻ അങ്ങനെയാണ്. കാരണം ഇപ്പം ഹസ്ബൻഡ് പൈസ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിലൊരു റീതിങ്ക് ചെയ്യേയില്ല. അത് കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു. പക്ഷെ എൻ്റെ പൈസയ്ക്കാണ് ഞാനത് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു മൾട്ടിപ്പിൾ ടൈം അത് തിങ്ക് ചെയ്യും. വാങ്ങണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അത് മസ്റ്റ് ഹാവ് ആണ് എന്നൊരു ഒരു സിറ്റുവേഷൻ എത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ സാധനം വാങ്ങത്തുള്ളൂ. അപ്പം മേ ബി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്നതും നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേഴ്സ് ചെയ്തെടുത്ത് ചിലവാക്കുന്നതും രണ്ടായിരിക്കും അല്ലെ? പൊതുവേ ഒരു ചീത്തപ്പേരുള്ള ആളാണ് ഞാൻ. പിശുക്കിയാണ്, അനാവശ്യമല്ല, ആവശ്യത്തിന് പോലും പൈസ സ്പെൻഡ് ചെയ്യില്ല, അങ്ങനെയൊക്കെ. ആ ഒരു ചീത്തപ്പേര് റീസെൻ്റ്ലി ഞാൻ കേട്ടത്, ഈവൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാവരും ഭയങ്കര പാർട്ടിയായിട്ട് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു പാർട്ടിയെ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മുടെ കുറേ പൈസ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നതല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് ശരിയാണ്, ഓഫ്കോഴ്സ് അവർ വരുമ്പോൾ ഗിഫ്റ്റ്സ് കൊണ്ടുവരും, എല്ലാം വേണം. പക്ഷേ നമുക്കതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാൻ പോടില്ല. കുഞ്ഞുങ്ങൾക്കും അതിൽ അവർ 18 വയസ്സാകുമ്പോൾ ഓ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, അങ്ങനെയാണ് ചെയ്തിരുന്നത്, ഒരിക്കലും അവർ മൈൻഡിലിരിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് വയ്ക്കുമ്പോൾ അവർ വലുതാകുമ്പോൾ അറിയുന്നതല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചാൽ എന്താ ബർത്ത്ഡേ പാർട്ടി നടത്താത്തത്, ഇങ്ങനെ പൈസ ചിലവാക്കാതിരിക്കുന്ന എന്തിനാ, കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ഇവൻ്റ് അല്ലേ കാര്യങ്ങൾ. ശരിയാണ്, മെമ്മറബിൾ ഇവൻ്റ് ആണ്. അത് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ മെമ്മറബിൾ ഇവൻ്റ് ആക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞങ്ങൾ ലൈക്ക് ഒരു വലിയ പാർട്ടി ത്രൂ ചെയ്തിട്ടില്ല. പകരം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ പറയേണ്ട ഒരു കാര്യവും വരുന്നില്ല. ബട്ട് നല്ല കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. പുറമെ ആരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ നമുക്ക് മറ്റൊരാളെ കാണിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാണ്ടും ഇരിക്കാം, കാണിക്കുന്ന രീതിക്കും നമുക്ക് സ്പെൻഡ് ചെയ്യാം. പൊതുവേ വരുന്നത് സ്ത്രീകൾ എപ്പോഴും പൈസ അനാവശ്യമായി ചിലവാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചിലവാക്കാറുള്ളൂ. ഓക്കെ, അനാവശ്യത്തിന് നമ്മൾ ഒരിക്കലും ചിലവാക്കില്ല. ചിലപ്പോൾ നമ്മുടെ ആവശ്യം മറ്റൊരാൾക്ക് അനാവശ്യമായതുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. പൊതുവേ ഈ ഒരു ചീത്തപ്പേര് ഉള്ളത് കൊണ്ടാണ് അത് പിന്നെയും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെയൊക്കെ തലയിൽ തന്നെ വരുന്നത് ആണുങ്ങൾ. ഇപ്പം നമ്മൾ ശരിക്കും സ്ത്രീകൾ ശരിക്കും ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ആണ്. അതായത് ഇപ്പം ഓഫ്കോഴ്സ് ഒരു 10 ക്രീം മേടിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ വാങ്ങുന്ന 10 ക്രീമിൻ്റെ പൈസയ്ക്കായിരിക്കും നിങ്ങളൊരു പെയർ ഓഫ് ഷൂസ് മേടിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ കാറിനോടൊന്നും ക്രേസ് ഇല്ല. അതിന് നമ്മൾ ഈ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ടോട്ടൽ കോസ്റ്റിന് ആണുങ്ങൾ ചിലപ്പോൾ ഒരു സാധനം മേടിക്കും. ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ മാക്സിമം ഞാനെടുത്ത് ഇറങ്ങിയിട്ട് മാക്സിമം 1000 റുപ്പീസിനകത്തായിരിക്കും ഞാൻ ഡ്രസ്സ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. പിന്നെ പാർട്ടി വെയറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഒരു കുറച്ചും കൂടി ഹൈപ്പ് വരും. അല്ലാണ്ട് കാഷ്വൽസും എത്നിക്സും മോസ്റ്റ്ലി ഞാൻ എപ്പോഴും ഒരു 1000-നകത്ത് നിർത്തുന്ന രീതിക്കായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പക്ഷേ ഒരു 5
സാധനം വാങ്ങിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്തിനാണ് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡ്രസ്സുകൾ വാങ്ങുന്നത്, നിനക്ക് 1-2 ഡ്രസ്സ് പോരെന്ന് ചോദിക്കും. ഞാൻ വാങ്ങുന്നത് 2000 രൂപയ്ക്കായിരിക്കും ടോട്ടൽ കോസ്റ്റ്. പക്ഷേ പുള്ളി ഒരു പെയർ ഓഫ് ഷൂസ് എടുക്കും ആൻഡ് അതിൻ്റെ കോസ്റ്റ് വിൽ ബി ലൈക്ക് 2500 3000 ഒക്കെ ആണെങ്കിൽ, ചിലപ്പോൾ നല്ല ബ്രാൻഡ് ആണെങ്കിൽ പ്യൂമയുടെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല പൈസ ആവുന്നതായിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിലല്ല കാര്യം, ടോട്ടൽ അതിൻ്റെ എമൗണ്ടിലായിരിക്കും ചിലപ്പോൾ കാര്യം വരുന്നുണ്ടാവും. ഇതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല, അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും നമ്മളല്ലേ കൊടുക്കേണ്ടത്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സ്വന്തം പൈസയ്ക്ക് വാങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെ മൂല്യം കൂടുതലായിരിക്കും. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ആലോചിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. പൊതുവെ ഈ പെണ്ണുങ്ങൾ പൈസ ചിലവാക്കുന്നവരാണെന്ന് പറയുന്നതിന് പകരം അവരെന്തിന് ചിലവാക്കുന്നു, ഏതിന് ചിലവാക്കുന്നു, അതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നീഡ്സ് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഗുഡ്. അല്ലാണ്ട് ചുമ്മാ നമ്മുടെയൊക്കെ പേരിൽ ഇങ്ങനെ അടിച്ചമർത്തരുത്, ഞങ്ങൾ എന്താ പറയുക പൈസ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നതായിരിക്കും, വേറൊരു ആളുടെ കേസിൽ ചിലപ്പോൾ അനാവശ്യമായി ദൂർത്തുന്നതായിരിക്കും. അങ്ങനെയൊന്നും പറയരുത്, മോശമാണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.